പശ്ചിമേഷ്യയിലെ സംഘർഷം നീണ്ട യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ബോംബാക്രമണം നടത്തിയെന്ന് അറിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായ ഗാർഗ് ദ്വീപിലാണ് ബോംബാക്രമണം നടന്നത്. ഗാർഗ് ദ്വീപിലെ മുഴുവൻ സൈനിക കേന്ദ്രങ്ങളെയും തകർത്തതായി ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അടുത്ത ഘട്ടത്തിൽ റിഫൈനറികളെ ലക്ഷ്യമിടുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. സമാധാന ചർച്ചകളുമായി എത്തിയ ഇറാന് അമേരിക്ക മറുപടി നൽകുന്നത് കടുത്ത പ്രകോപനത്തിലൂടെയാണ്. ഇറാന്റെ 90% അസംസ്കൃത എണ്ണ കയറ്റുമതി നടക്കുന്ന ടെർമിനലാണ് ഗാർഗ് ദ്വീപ്. അതേസമയം എണ്ണ ടെർമിനലുകൾ നിലവിൽ ലക്ഷ്യമിടുന്നില്ലെന്നും ട്രംപ് പറയുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ബോംബാക്രമണം എന്നാണ് ഗാർഗ് ദ്വീപിൽ നടന്ന ആക്രമണത്തെ ട്രംപ് വിശേഷിപ്പിക്കുന്നത്. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെയും ആയുധ സമ്പത്തിനെയും ലക്ഷ്യം വെക്കാൻ ഇറാന് സാധിച്ചിരുന്നു. ഇപ്പോൾ ട്രംപ് തന്റെ യുദ്ധരീതി വ്യത്യാസപ്പെടുത്തി ഇറാനെ ദുർബലപ്പെടുത്താനാണ് ശ്രമം നടത്തുന്നത്. ഹോർമൂസ് കടലെടുക്ക് വഴിയുള്ള സഞ്ചാരം തടസ്സപ്പെടുത്തിയാൽ ഗാർഗിലെ എണ്ണപ്പാടങ്ങളെയും ലക്ഷ്യമിടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഹോർമൂസ് കടലെടുക്ക് വഴി കപ്പലുകളുടെ സ്വതന്ത്രവും സുരക്ഷിതവുമായ സഞ്ചാരത്തിന് ഇറാൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിലങ്ങുതടിയായാൽ താൻ ഉടൻ തന്നെ തീരുമാനം പുനഃപരിശോധിക്കും. ട്രംപിന്റെ മുന്നറിയിപ്പ് ഇങ്ങനെയാണ്: ഇറാന്റെ തീരത്ത് നിന്ന് 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഗാർഗ് ദശാബ്ദങ്ങളായി ഇറാന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ ടെർമിനലാണ്. ഇറാന്റെ മൊത്തം ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 85 മുതൽ 95% വരെ ഗാർഗ് ദ്വീപിലെ ടെർമിനലുകൾ വഴിയാണ്. പ്രതിദിനം ഏകദേശം 70 ലക്ഷം ബാരൽ വരെ എണ്ണ ലോഡ് ചെയ്യാൻ ശേഷിയുള്ള ഈ സൗകര്യം 1960കളിൽ വികസിപ്പിച്ചെടുത്തതാണ്. വ്യാപാര രംഗത്ത് ഇറാന്റെ മുൻകൂട്ടിയുള്ള നീക്കങ്ങൾ കൂടിയാണ് ഇതെന്ന് പറയാം. ഗാർഗ് ദ്വീപ് ആക്രമിക്കപ്പെട്ടതോടെ ലോകത്തിന്റെ സാമ്പത്തിക ഊർജ്ജ മേഖലകളിലേക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. അടിക്ക് തിരിച്ചടിയെന്ന ഇറാന്റെ രീതിക്ക് അയവില്ലെന്ന് ലോകരാജ്യങ്ങൾ ഇറാന്റെ ആക്രമണങ്ങളിൽ നിന്ന് കണ്ടതാണ്. അമേരിക്കയെയും ഇസ്രയേലിനെയും തീയിൽ കുഴിച്ചു മൂടുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. പശ്ചിമേഷ്യയിൽ എവിടെയായാലും താവളങ്ങൾ ഓരോന്നായി അഗ്നിക്കിരയാക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രയേലിനെതിരെ ഇറാനും ഹിസ്ബുള്ളയും സംയുക്ത ആക്രമണമാണ് നടത്തുന്നത്. ഇസ്രയേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചെന്ന് IRGC വ്യക്തമാക്കുന്നു. ഖൈബർ ഷെയ്ഖാൻ മിസൈലുകൾ ഉപയോഗിച്ചെന്നും IRGC അറിയിക്കുന്നുണ്ട്. ഇറാനിലെ നേതാക്കൾ ജനങ്ങൾക്കൊപ്പമാണെന്നും അമേരിക്കൻ നേതാക്കൾ എപ്സ്റ്റീൻ ദ്വീപിലാണെന്നും ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി പരിഹസിച്ച് രംഗത്തെത്തിയിരുന്നു. അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ ലെബനനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 773 ഉയർന്നു. ലെബനൻ ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിക്കുന്നത്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം 1444 പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. അതേസമയം ഇറാൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചതോടെ പ്രതിരോധ നടപടികളുടെ ഭാഗമായി സൈനികരെ അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് അയക്കുന്നുണ്ട്. 2500ഓളം പേരെയാണ് അയക്കുന്നത്. ഇറാനിൽ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്ന ജനങ്ങൾ നേരിടുന്ന കടുത്ത വെല്ലുവിളികളെക്കുറിച്ചും ട്രംപ് ആശങ്കപ്പെടുന്നു. അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങളിലുണ്ടായ നഷ്ടങ്ങളും കുട്ടികൾക്കുണ്ടായ ആക്രമണവും അമേരിക്ക വകവെക്കുന്നില്ല. സാധാരണക്കാരായ ജനങ്ങൾ അമേരിക്ക ആരംഭിച്ച യുദ്ധത്തെ എങ്ങനെ നേരിടുന്നുവെന്ന് ചിന്തിക്കാതെ ഇറാനെതിരെ ആരോപണങ്ങൾ ഉയർത്തുകയാണ് ട്രംപ്. ആക്രമണത്തിന് പ്രത്യാക്രമണങ്ങളുമായി ഇറാനും അമേരിക്കയും കൊമ്പുകോർക്കുമ്പോൾ ഉണ്ടാകുന്ന കനത്ത നഷ്ടം ലോകത്തെ മുഴുവൻ ബാധിക്കുന്നുണ്ട്. മുന്നോട്ടു ജീവിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പശ്ചിമേഷ്യൻ യുദ്ധം നീളുമ്പോൾ സമാധാനം അകലെ തന്നെയാണ്.